ഇന്നലെ മുതൽ തന്നെ ഈ അപകടം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ ഈ രണ്ടു വർഷം മുമ്പ് പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ട കെട്ടിടമാണ് ഇതെന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷെ അതിനുശേഷം എന്തുകൊണ്ട് പൊളിച്ചു മാറ്റിയില്ല? ഒപ്പം ഈ കച്ചവടക്കാർക്ക് വീണ്ടും ലൈസൻസ് പുതുക്കി നൽകിയതെങ്ങനെ എന്ന ചോദ്യമാണ് പ്രസക്തമായത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കോർപ്പറേഷനെതിരെ പ്രതിഷേധം ശക്തമാക്കി BJP-യും ഒപ്പം UDF-ഉം രംഗത്തെത്തിയത്. ഇന്നലെ തന്നെ BJP പ്രവർത്തകർ കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തുകയും മേയറുടെ ചേംബറിനുള്ളിൽ കടന്ന് വലിയ പ്രതിഷേധങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. മറുവശത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിക്കുകയും സെക്രട്ടറി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. MK രാഘവൻ MP അടക്കമുള്ളവർ ഇതിനകം തന്നെ വിഷയത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ ആവശ്യപ്പെടുന്ന 25 ലക്ഷം രൂപ ഈ അപകടത്തിൽ മരിച്ചവർക്ക് നൽകണം എന്ന ആവശ്യം ഉന്നയിക്കുന്നു. BJP-ക്ക് ഒരു പടി കൂടി കടന്ന് മരിച്ച ആളുടെ കുടുംബാംഗങ്ങൾക്ക് കോർപ്പറേഷൻ ജോലി നൽകണമെന്ന ആവശ്യം വരെ മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. എന്തായാലും കോർപ്പറേഷന് ഈ മരണങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നാണ് അവർ ആരോപിക്കുന്നത്. അതിന്റെ തുടർച്ച എന്നവണ്ണമാണ് ഇന്ന് വീണ്ടും കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി അടിയന്തര കൗൺസിൽ ചേരണമെന്ന് ഇന്നലെ UDF കക്ഷി നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം കത്തായി മേയർക്ക് നൽകുകയും ചെയ്തു. എന്നാൽ ഒരു കൗൺസിൽ വിളിച്ചു ചേർത്ത് വിഷയം ചർച്ച ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ മറുവശത്ത് ഇന്ന് മേയർ അപകടത്തിലേക്ക് നയിച്ച സാഹചര്യം, എന്തൊക്കെ നടപടികൾ കൈക്കൊള്ളും തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇന്നലെ അപകടത്തിൽ മരിച്ചവരുടെ വീടുകളിൽ അദ്ദേഹം രാത്രി സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നത് സംബന്ധിച്ച വിശദീകരണം മേയർ O. സദാശിവൻ നൽകും. അപകടത്തിൽ മരിച്ച ആളുകളുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. അത്തോളി കുനിൽക്കടവ് സ്വദേശി ബഷീറിന്റെ കബറടക്കം രാവിലെ 9 മണിക്ക് കുനിയിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് നടക്കുന്നത്. അത്തോളി കണ്ണിപ്പോയിൽ സ്വദേശി അഷ്റഫിന്റെ കബറടക്കം രാവിലെ 9-ന് ചിക്കലോട്ട് ജുമാ മസ്ജിദിലും നടക്കും. ഒപ്പം മരിച്ചവരോടുള്ള ആദരസൂചകമായി രാവിലെ 10 മണി മുതൽ അത്തോളിയിൽ കടകൾ അടച്ച് ഹർത്താൽ ആചരിക്കുന്ന വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഭാരവാഹികളും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം വലിയങ്ങാടിയിലും ഇന്നലെ ഉച്ചതിരിഞ്ഞ് മരിച്ചവരോടുള്ള ആദരസൂചകമായി കടകൾ അടഞ്ഞു കിടന്നിരുന്നു. ഇന്നും ആ മേഖലകളിൽ ഹർത്താൽ ആചരിക്കും എന്നാണ് വ്യാപാരി സമൂഹം അറിയിച്ചിരിക്കുന്നത്. അനീഷ, അതുപോലെ തന്നെ ഈ 70 വർഷത്തിലധികം പഴക്കമുള്ള ഒരു കെട്ടിടം, അത് പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ട ഒരു കെട്ടിടം കൂടിയാണ്. അത് പൊളിച്ചു നീക്കാനുള്ള നടപടികൾ സ്വീകരിക്കാതിരുന്നത് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ തരത്തിലുള്ള ഒരു വീഴ്ചയാണ്. ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ച് വിശദീകരണം നൽകുമ്പോഴും ആ വീഴ്ച ഒരിക്കലും മറച്ചുവെക്കാൻ സാധിക്കാത്ത ഒന്നായി അവിടെ നിൽക്കുകയാണ്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് കാര്യത്തിൽ വസ്തുത സംഭവിച്ചിരിക്കുന്നത് എന്നത് സംബന്ധിച്ചൊരു വിശദീകരണം ഇന്ന് മേയറുടെ ഭാഗത്തു നിന്നുണ്ടാവും.